കായംകുളം SN ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ ആരംഭിച്ച SN സിവിൽ സർവീസ് എക്സാമിനേഷൻ ട്രെയിനിംഗ് അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറും പ്രശസ്ത സിനിമാ ഗാനരചയിതാവുമായ ഡോക്ടർ K. ജയകുമാർ വിശിഷ്ടാതിഥിയായി എത്തി. ജയകുമാർ രചിച്ച ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കി പ്രത്യേക പരിപാടിയും ചടങ്ങിനോടനുബന്ധിച്ച് നടത്തി. കായംകുളം SN ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ ആരംഭിച്ച SN സിവിൽ സർവീസ് എക്സാമിനേഷൻ ട്രെയിനിംഗ് അക്കാദമിയിൽ ശനിയാഴ്ച സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറും പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവുമായ ഡോക്ടർ K. ജയകുമാർ വിശിഷ്ടാതിഥിയായി എത്തി. ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ P. പത്മകുമാർ സ്വാഗതം പറഞ്ഞു. സിവിൽ സർവീസ് എക്സാമിനേഷൻ ട്രെയിനിംഗ് അക്കാദമി ഡയറക്ടർ ഡേവിഡ് മാത്യു അതിഥിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥി ഡോക്ടർ K. ജയകുമാർ തന്റെ സിവിൽ സർവീസ് അനുഭവങ്ങൾ പങ്കിട്ടു. 1000 പേരെ വിളിച്ചില്ല, 15000 പേരെ മെയിൻ പരീക്ഷ എഴുതാൻ അനുവദിച്ചപ്പോ 14,85,000 പേരെ പരീക്ഷ എഴുതണ്ട എന്ന് പറഞ്ഞ് തള്ളി. മനസ്സിലായില്ലേ? അപ്പോ ഇറ്റ് ഈസ് മോർ ഓഫ് എ റിജക്ഷൻ പ്രോസസ് ദാൻ എ സെലക്ഷൻ പ്രോസസ്. റിജക്ഷന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആണ്. ആൻഡ് സെലക്ഷൻ പെർസെൻറ്റേജ് ഫ്രം ദ ബേസ് ഫിഗർ എന്ന് നോക്കിയാൽ വളരെ വളരെ ചെറുത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനല്ല, കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കരിമല കയറാനെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കരിമല ഇപ്പോൾ ഓടിക്കയറി കളയാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകുന്ന എത്രയോ അയ്യപ്പന്മാരെ എനിക്കറിയാം. ഞാൻ സ്ഥിരമായിട്ട് ശബരിമല പോകുന്ന ആളാണ്. പിള്ളേരുടെ കൂടെ അയ്യപ്പന്മാർ ഗുരുസ്വാമിമാർ എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ലേ, നിന്നെക്കാളും ഞാൻ നല്ല ഉഷാറാണ് എന്ന് പറഞ്ഞ് പിള്ളേർ അപ്പാച്ചിമേട് ഓടി കയറുമ്പോൾ ഈ 72 വയസ്സായ ഗുരുസ്വാമിയും കയറും, അങ്ങ് അപ്പുറത്തേക്ക് പോകില്ല, അവിടെ വീഴും എന്ന്. അപ്പോൾ കരിമല കയറ്റം കഠിനമാണെന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഈ പരീക്ഷയിൽ ഇറങ്ങിത്തിരിക്കാൻ. എത്ര കഠിനമായാലും ഞാൻ അപ്പുറത്ത് കടക്കും എന്നുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടോ? അങ്ങനെ കടക്കേണ്ട കാര്യമുണ്ട്, ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്കുള്ളതല്ല. ഇതിൻ്റെ കാഠിന്യം ഞാൻ പറഞ്ഞത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനല്ല, നിങ്ങളെ പ്രാപ്തരാണ്. നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന യാത്ര എത്ര കഠിനമാണ് എന്നറിയുന്നതോടുകൂടി കാഠിന്യം കുറച്ച് കുറയും. അതല്ലാതെ ഇപ്പോൾ നല്ല 6 ട്രാക്ക് റോഡായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഈ കായംകുളത്ത് കൊല്ലം വരെ പോയ വല്ല അന്തമുണ്ടോ? 2.5 മണിക്കൂർ എടുക്കും. അതാണ് സ്ഥിതി. മനസ്സിലായില്ലേ? ശരിയായി വരും. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന റോഡിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അത് പറയാനാണ് ഞാൻ ഈ കണക്കുകൾ പറഞ്ഞത്. ഇനി ഇത്രയുമൊക്കെ കഠിനമായിട്ട് എഴുതി ഈ ഭണ്ഡാര സർവീസിൽ കയറിയിട്ട് ഇപ്പം എന്താ? ജയകുമാർ രചിച്ച ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഹിയർഡ് മെലഡീസ് എന്ന പ്രത്യേക പരിപാടിയും ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കണ്ണിൽ താരാദീപം, ആകാശപ്പൂമുഖത്താരോ കൊളുത്തിയോരായിരം കണ്ണുള്ള ദീപം. സിവിൽ സർവീസ് ട്രെയിനിംഗ് ക്ലാസ്സിലെ തന്റെ അനുഭവങ്ങൾ വിദ്യാർത്ഥിയായ ആദിനാരായണൻ ചടങ്ങിൽ പങ്കുവച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വിജയശ്രീ TS കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.